അതിനിടയ്ക്ക് ടയറിലേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്താനുള്ളൊരു ശ്രമം നടത്തി. അത് പ്രവർത്തകരുടെ ദേഹത്തുൾപ്പെടെ ഈ പെട്രോൾ വീഴുന്നൊരു സാഹചര്യമുണ്ടായി. പോലീസ് ഇപ്പോൾ ആ പ്രവർത്തകരെ അവിടുന്ന് മാറ്റുകയാണ്. ഏതോ പ്രവർത്തകനാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അതായത് അതിനിടയ്ക്ക് ഒരു നീക്കം നടത്തിയത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. ഇതാരാണ്? അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. അവിടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധമുണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ. തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞു. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ഇപ്പോൾ അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നത് ടയറിൽ പെട്രോൾ ഒഴിച്ച് ഒരു ശ്രമം അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റാൻ ഇപ്പോൾ പോലീസ് ഇടപെട്ട് ശ്രമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. അരുൺ, ഈ ടയറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമമാണോ അവിടെ ഉണ്ടായത് അരുൺ? ഉന്മേഷ്, കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിരുന്ന റോഡ് ഉപരോധിക്കുകയായിരുന്നു. മുന്നിൽ മൂന്ന് ടയറുകൾ കൂട്ടിയിട്ട് ആ ടയറിന് സമീപത്തായിരുന്നു ഈ പോലീസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുമൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രവർത്തകരിൽ ഒരാളാണ് കുപ്പിയിൽ പെട്രോളുമായി വന്ന് ഈ ടയറിന് മുകളിലേക്ക് ഒഴിച്ചത്. ടയറിന് മുകളിലേക്ക് മാത്രമല്ല, അത് പ്രവർത്തകരുടെ ദേഹത്തും അതുപോലെ തന്നെ പോലീസിന്റെ ദേഹത്തുമൊക്കെ ഈ പെട്രോൾ ആവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോഴേക്കും വലിയൊരു അപകട സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും തീ കൊളുത്തുകയാണെങ്കിൽ അത് പ്രവർത്തകരുടെ ദേഹത്തേക്ക് പോലും ആളിപ്പടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അപ്പോഴേക്കും പോലീസ് ഇടപെട്ടുകൊണ്ട് ആ പെട്രോൾ ഒഴിച്ച പ്രവർത്തകനെ അവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ദേഹത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ ദേഹത്തേക്ക് പെട്രോൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.